ഇണ്ടംതിരുത്തി നമ്പ്യാതിരിയെ കുറിച്ച് കൃഷ്ണപിള്ള സാഹബ് ഒരിക്കൽ പറഞ്ഞൊരു വാചകം ഞാൻ കേട്ടത്, വൈക്കത്തപ്പൻ അദ്ദേഹത്തിന്റെ കുടിയാനാണെന്നാണ്. വൈക്കത്തപ്പൻ ഇണ്ടംതിരുത്തി നമ്പ്യാതിരിയുടെ കുടിയാനാണ്. കാര്യം വൈക്കത്തപ്പന്റെ ഈ അമ്പലം നിൽക്കുന്ന സ്ഥലം ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥാവകാശത്തിലാണ്. അതുകൊണ്ട് ഇദ്ദേഹം ജന്മിയും വൈക്കത്തപ്പൻ കുടിയാനുമാണെന്ന് കൃഷ്ണപിള്ള സാഹബ് ഒരിക്കൽ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇണ്ടംതിരുത്തി നമ്പ്യാതിരിയെ കണ്ട് നേരിട്ട് സംസാരിച്ച് കാര്യമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാം എന്ന് കരുതിയാണ് മഹാത്മജി ഇദ്ദേഹത്തെ കാണണമെന്ന് താല്പര്യം അറിയിക്കുന്നു. അപ്പം ഈ അവർണ ജാതിക്കാരും സമരക്കാരുമായിട്ടൊക്കെ ഇങ്ങനെ ഇടപഴകി ജീവിക്കുന്നതുകൊണ്ട് ബനിയൻ സമുദായക്കാർ ബ്രാഹ്മണരാണെങ്കിൽ, ഗുജറാത്തിലെ ബ്രാഹ്മണരാണെങ്കിൽ പോലും ഗാന്ധിജിയെ അവരുടെ നാലുകെട്ടിനകത്തേക്ക് കിടത്താനായിട്ട് ഇണ്ടംതിരുത്തി നമ്പ്യാതിരി സമ്മതിച്ചില്ല. അതിന് പകരമായിട്ട് പൂമുഖത്ത് ഒരു തിണ്ണയുണ്ടാക്കി. അതിനുവേണ്ടി ഒരു തിണ്ണയുണ്ടാക്കി പൂമുഖത്തെ തിണ്ണയിലിരുന്നാണ് ഇവർ സംസാരിക്കുന്നത്. ആ സംഭാഷണത്തിലെ ചില വാചകങ്ങളൊന്ന് കേൾക്കുകയാണെങ്കിൽ ഇതൊരു എത്ര രസകരമാണെന്ന്, ഇതൊരു അനുഷ്ഠാനമായിട്ട് എങ്ങനെ മാറിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജാതി എവിടെ നിന്നും വന്നതല്ല, സൃഷ്ടിച്ചതാണ് ഇവിടെ മനുഷ്യർ. പക്ഷെ അതിനെ പിന്നീട് ഒരു അനുഷ്ഠാനവും ഒരു ആചാരവുമായിട്ട് അത് മാറുകയാണ്, ഒരു വിശ്വാസ പ്രമാണമായിട്ട് മാറുകയാണ്. ഗാന്ധിജി ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, കുറ്റവാളികളും സകല ദുഷ്ടന്മാരും എന്ന് വേണ്ട പട്ടികളും നാൽക്കാലികളും എല്ലാം നടക്കുന്ന പൊതുനിരത്തിൽ ഹിന്ദുക്കളിൽ ഒരു വിഭാഗത്തെ താഴ്ന്ന നിലയിലുള്ള ജനനത്തിന്റെ പേരിൽ വിലക്കുന്നത് ശരിയാണോ എന്ന് ഗാന്ധിജി ഈ ഇണ്ടംതിരുത്തി നമ്പ്യാതിരിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ നിഷ്കളങ്കനായിട്ട് പറയുന്ന മറുപടിയാണ്. കാര്യം അദ്ദേഹത്തിന് കുറ്റം പറയാൻ കഴിയുന്നില്ല, കാര്യം അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണമാണ്. ഇണ്ടംതിരുത്തി നമ്പ്യാതിരി വളരെ നിഷ്കളങ്കനായിട്ട് പറയാണ്, അല്ലാതെ എന്ത് ചെയ്യാനാവും മഹാത്മജി, അവരുടെ കർമ്മഫലം അവരനുഭവിക്കുകയല്ലേ. അവരുടെ കർമ്മഫലമാണ്, ഇവര് ജന്മം കൊണ്ട് അവർ സിദ്ധിച്ച ഫലമാണ്. ഗാന്ധിജി ചോദിക്കുകയാണ്, അയിത്തജാതിക്കാരായി ജനിച്ചത് അവരുടെ കർമ്മഫലമാണെന്ന് തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ച് അവർ കൊലപാതകളെക്കാളും ദുഷ്ടന്മാരെക്കാളും മൃഗങ്ങളെക്കാളും ഒക്കെ നികൃഷ്ടനാണെന്ന് പറയാൻ പറ്റുമോ? പൊതുതരത്തിലൂടെ സവർണരായിട്ടുള്ള ഒരുപാട് ദുഷ്ടന്മാർ സഞ്ചരിക്കുന്നുണ്ട്, അവരെക്കാളും നികൃഷ്ടനാണോ ഈ അവർണർ എന്ന് ഗാന്ധിജി ചോദിക്കുകയാണ്. അപ്പം നമ്പ്യാതിരിയുടെ മറുപടിയാണ്, അതല്ലേ ഈശ്വരൻ അയിത്തജാതിക്കാരായി അവരെ ജനിപ്പിച്ചത്. ഇവിടെ കുറ്റം ഈശ്വരന്റെ നിലയിലാണ്. ഈശ്വരൻ അയിത്തജാതിക്കാരായി അവരെ ജനിപ്പിച്ചതുകൊണ്ടാണ് അവർക്ക് വഴി നടക്കാൻ പറ്റാത്തത്, ഞങ്ങൾ തടഞ്ഞതുകൊണ്ടല്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തടയേണ്ടി വരുന്നത്. ഈശ്വരനാണോ ജാതി ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ എനിക്കൊന്നു ഭഗവത്ഗീതയിലെ മറ്റൊരു പ്രശസ്തമായ ശ്ലോകമുണ്ടോ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗച്ച. ശരിക്കും അതിൻ്റെ പോലും ധ്വനി എന്താണെന്ന് അറിയാവോ? ഈ ജാതികളെ 4 ചാതുർവർണ്ണ്യം ജന്മം കൊണ്ട് സിദ്ധിക്കുന്ന ആണെന്നല്ല, ഗുണകർമ്മ വിഭാഗച്ച എന്നാ പറയുന്നത്. ഗുണകർമ്മങ്ങൾ കൊണ്ട്, ഗുണകർമ്മ വിഭാഗങ്ങളിൽ സംഭവിക്കുന്നതാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഗുണങ്ങളും നിങ്ങളുടെ കർമ്മങ്ങളും ആശ്രയിച്ചാണ് ജാതി ഉണ്ടാകുന്നത്, ഈ ചാതുർവർണ്ണ്യം ഉണ്ടാകുന്നത് പറയുന്നത്. പക്ഷെ ഇവിടെ ഇണ്ടംതിരുത്തി നമ്പ്യാതിരി പറയുന്നത് ഈശ്വരൻ ആണ് ഇതിൻ്റെ ഉത്തരവാദി. അപ്പോൾ ഗാന്ധി ചോദിക്കുകയാണ്, ഈശ്വരൻ അങ്ങനെ ശിക്ഷിച്ചെന്നിരിക്കട്ടെ, മനുഷ്യരായ നമുക്ക് ഈശ്വരന്റെ സ്ഥാനം കയ്യേറി അവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കാൻ എന്താണ് അധികാരം? മഹാത്മജീവിതം ഒന്ന് ഒത്തുതീർപ്പാക്കാൻ നോക്കുകയാണ് നമ്പ്യാതിരി. കർമ്മഫലമായി അവർ സമ്പാദിച്ച ശിക്ഷകൾ അവർക്ക് നൽകാൻ ഈശ്വരൻ നമ്മെ ഉപകരണങ്ങളാക്കിയിരിക്കുകയാണ്. ഈശ്വരൻ സവർണരായ ഞങ്ങളെ ടൂൾസ് ആക്കിയിരിക്കുകയാണ്, ഈശ്വരന്റെ ഉപകരണങ്ങളാക്കിയിരിക്കുകയാണ് ഞങ്ങളെ. ഇവർക്ക് ശിക്ഷ കൊടുക്കണം. കാര്യം ഇവർ ഒരുപാട് പാപകർമ്മങ്ങൾ പഴയ ജന്മത്തിൽ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫലമായിട്ടാണ് ഇവർ അവർണരായിട്ടൊന്ന് ജനിച്ചിരിക്കുന്നത്. കാര്യം എത്രയോ മറിഞ്ഞു നോക്ക് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴേ. അപ്പൊ നല്ലൊരു ചോദ്യം, ഈശ്വരൻ ഡെലിഗേറ്റഡ് പവേഴ്സ് കൊടുത്തിരിക്കുകയെന്നാണ് പറയുന്നത്. അപ്പൊ നല്ലൊരു ചോദ്യം ഗാന്ധിജി ചോദിക്കുകയാണ്, സവർണരായ നിങ്ങളെ ശിക്ഷിക്കാൻ ഈശ്വരൻ ചുമതലപ്പെടുത്തിയ ഉപകരണങ്ങളാണ് തങ്ങളെന്ന് ഈ മർദ്ദിതരായ അവർണർക്ക് തോന്നിയാലോ? ഇതേ തോന്നൽ തന്നെ അവർക്കും ഉണ്ടാകാമല്ലോ. നിങ്ങൾ പറയുന്നു ഈശ്വരന്റെ നിയോഗപ്രകാരം നിങ്ങൾ അവരെ ശിക്ഷിക്കുകയാണ്, ഈശ്വരൻ നിങ്ങളെ ചൂടാക്കുന്നു. ഇതേ തോന്നൽ അവർക്കുണ്ടായിട്ട് അവർ നിങ്ങളെ തിരിച്ചിങ്ങോട്ട് ആക്രമിക്കാൻ വന്നാലോ എന്നാണ് മഹാത്മജി ചോദിക്കുന്നത്. ഇതേ തോന്നൽ അവർക്കുണ്ടായിക്കൂടെ? ഇദ്ദേഹം പെട്ടെന്ന് പറയാണ്, അത് തടയാൻ സർക്കാരുണ്ടല്ലോ, ഞങ്ങളെ സംരക്ഷിക്കാനും അത് തടയാനും സർക്കാരുണ്ടല്ലോ. ഇത് പെട്ടെന്ന് ഇങ്ങനെ വല്ലാത്തൊരു ആത്മക്ഷോഭത്തോടെ മഹാത്മജിയോട് ചോദിക്കുകയാണ്, മഹാത്മജി ഇവറ്റകളെ മർദ്ദിതർന്ന് അങ്ങ് വിളിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ടാണ് അവർ മർദ്ദിക്കപ്പെടുന്നത് അങ്ങേക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ ഇവരെ മർദ്ദിക്കുന്നതല്ല, അവരെ മർദ്ദിക്കപ്പെടുകയാണ്. അല്ല, അവര് മർദ്ദിതരല്ല, അവർ മർദ്ദിക്കപ്പെടുന്നു എന്നേ ഉള്ളൂ, അതിന് കാരണമുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നത്. അപ്പം മഹാത്മജി പറഞ്ഞു, ജാലിയൻ വാലാബാഗില് നിരപരാധികളോട് ഡയർ ചെയ്ത അതേ ക്രൂരതയാണ് നിങ്ങൾ അവരോട് കാണിക്കുന്നത്. ഇദ്ദേഹത്തിന് വല്ലാതെ മനക്ഷോഭമുണ്ടായി. അദ്ദേഹം ചോദിക്കുകയാണ്, ഈ ആചാരങ്ങൾ ഏർപ്പെടുത്തിയ ശങ്കരാചാര്യർ ഉൾപ്പെടെയുള്ള ആചാര്യന്മാരെയാണോ അങ്ങ് ഡയറെന്ന് വിളിച്ചത്, അധിക്ഷേപിച്ചത്? അങ്ങനെ നീണ്ടുപോവുകയാണ്, ഈ സംഭാഷണം ഇങ്ങനെ നീണ്ടുപോവാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഈ സംഭാഷണം കൊണ്ട് എത്തിക്കുന്നത്, ഗാന്ധിജി കൊണ്ട് എത്തിക്കുന്നത്, ഗാന്ധി ചോദിക്കുകയാണ്,
അവരെ പീഡിപ്പിക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് നിങ്ങൾ പറയുന്നു. പീഡനം ദൈവം നിശ്ചയമായതിനാൽ അതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണെന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾക്കല്ല. സവർണരായ കൊലപാതകികളെക്കാൾ നികൃഷ്ടരാണ് അവരെന്നും നിങ്ങൾ പറയുന്നു. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നാളെ അവർ മതം മാറിയിട്ട് ക്രിസ്ത്യാനികളോ മുസൽമാന്മാരോ ആയി തീർന്നാലോ അപ്പോഴവർ നികൃഷ്ടരല്ലാതാവുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നു. കാര്യം മതം മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. ഒരാള് മതം മാറി ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ക്രിസ്ത്യാനിയാണ്. കാര്യം അവർണ ജാതിക്കാര് തൊട്ട് അശുദ്ധമാക്കിയ എണ്ണ ശുദ്ധമാക്കുന്നത് നസ്രാണികളെ കൊണ്ട് തൊടിയിട്ടാണ്. ഒരാള് പരിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഈ അവർണത്വമില്ല. ആ ചോദ്യമാണ് ഇവിടെ മഹാത്മ ചോദിക്കുന്നത്. ഇവർ നാളെ മുസൽമാന്മാരും ക്രിസ്ത്യാനികളുമായി തീർന്നാലോ അപ്പോഴവർ നികൃഷ്ടരാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ആ ചോദ്യത്തിന് നമ്മുടെ ഇണ്ടം തിരുത്തിക്ക് ഉത്തരം മുട്ടി. അദ്ദേഹം മറുപടി പറയുന്നില്ല.